ഇൻട്രസ്റ്റിംഗ്ലി ഈ കഥയും വിയറ്റ്നാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു കഥയാണ്. വിയറ്റ്നാമിൽ വാറിന് പോയ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ്. അവനൊരു അന്തർമുഖനായ ചെറുപ്പക്കാരനാണ്. അവന് യുദ്ധം ചെയ്യാനൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. പക്ഷേ നിർബന്ധിത സൈനിക സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഈ മിടുക്കനായ ചെറുപ്പക്കാരനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകണം. അതിൽ ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല. ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് 18 വയസ്സ് തികഞ്ഞ എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും. നമുക്ക് ചരിത്രത്തിൽ പലയിടത്തും ഇത് കാണാൻ പറ്റും. അമേരിക്കയിലും ഈ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. അയാൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വിയറ്റ്നാമിൽ വന്നിറങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് അമ്മയ്ക്കും മകനും അമ്മയ്ക്കും അച്ഛനുമുള്ള ആകപ്പാടുള്ള ഒരു കുട്ടിയാണ്. അവർക്ക് ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ പോയി. നീ അവിടെ എത്തിയ ഉടനെ കത്തയക്കണം. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. വളരെ പരിമിതമായ പഴയ ട്രങ്ക് കോളിൻ്റെ ഒക്കെ കാലമാണ്. അവിടെ എത്തിയ നീ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനങ്ങനെ പോയി. ഇപ്പോൾ യുദ്ധം ചെയ്യാനുള്ള പരിശീലനം, നിർബന്ധിത പരിശീലനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവനിതിലൊന്നും താല്പര്യമില്ല. നിർബന്ധിതാവസ്ഥയിൽ പോയി. ഗ്രാമങ്ങളിലാണ്, ട്രഞ്ചുകളിലൊക്കെയാണ് താമസം. കലുഷ്യമായ സാഹചര്യങ്ങളാണ്. അവിടെ എത്തിയ ഉടനെ അവൻ ഒരു കത്തയച്ചു അമ്മയ്ക്ക്. ഇവിടെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാനിവിടെ സർവൈവ് ചെയ്യും, എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി. അവൻ്റെ കത്തിന് മറുപടി അയച്ചു. പക്ഷെ ആ മറുപടി അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. കാരണം അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുമല്ലോ. ഒരു പട്ടാള ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാരക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ്റെ യാതൊരു വിവരവുമില്ല. മാസങ്ങളോളം ഇവൻ്റെ ഒരു വിവരവുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ മിലിറ്ററി ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ഇവരിടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇൻഫർമേഷൻ സെൻറ്ററിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഫ്രാങ്കിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ, ഫ്രാങ്ക് എവിടെയാണ്, ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്, തിരിച്ചു വന്നോ എന്നൊക്കെ. ഒരു വിളിച്ച സമയത്ത് ഒരു കോളിൽ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു, ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയ ഒരു ന്യൂസ് ഉണ്ട്, ഹീസ് മിസ്സിങ്. കുറേ മാസങ്ങളായിട്ട് അയാൾ മിസ്സിങ് ആണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ, ഈ വിയറ്റ്നാമിലെ ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ ആളുകൾ മിസ്സിങ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാലം തിരയും, ഒരു 3 മാസമൊക്കെ തിരയും. എന്നിട്ട് 3 മാസം തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ അവരെ എഴുതും. അപ്പോൾ നിങ്ങളുടെ മകനെയും ഞങ്ങളങ്ങനെ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ എഴുതാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അവന് 3 മാസം മുമ്പ് മിസ്സിങ് ആണ്. അതിനുശേഷം പിന്നെ തിരഞ്ഞിട്ട് ഒരു വിവരവുമില്ല. അപ്പോൾ ഇത് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറയും. അപ്പോൾ അവർക്ക് അവരുടെ ലോകം പെട്ടെന്ന് സ്തബ്ധമായി പോയതുപോലെ, നിലച്ചു പോയതുപോലെ തോന്നും. കാരണം അവരിങ്ങനെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തു നിന്നിരുന്നതാണ്. ആകെപ്പാടുള്ളൊരു മോനായിട്ടും മോളായിട്ടൊക്കെ കണ്ടൊരു കുട്ടിയാണ്. അന്തർമുഖനായിരുന്ന, ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത സുശീലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഏതോ അന്യദേശത്ത് കാടുകളിൽ വസൂരി പോലുള്ള മാറാരോഗങ്ങളോടും അജ്ഞാതരായ ഇതര രാജ്യത്തെ സേനാനികളോടൊക്കെ പൊരുതി ഈ കുട്ടി എന്തായിപ്പോയി എന്നറിയാതെ അവർ പിന്നെ വിശ്വാസികളായിരുന്നതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി, ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തി ഇങ്ങനെ സമാശ്വസിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു കോൾ വരും, ഒരു ഫോൺ കോൾ വരും. ഈ ഫോൺ കോള് അവരെടുക്കുന്ന സമയത്ത് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അവരെ ഞെട്ടിച്ചുകൊണ്ട് അപ്പുറത്തുണ്ടായിരുന്നത് ഫ്രാങ്ക് തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിശ്വസനീയത തോന്നും, അമ്പരപ്പ് തോന്നും, എന്നാൽ ഭയങ്കര സന്തോഷം തോന്നും. ഉറപ്പുവരുത്തും ഇത് മോൻ തന്നെയാണ്. മോൻ പക്ഷെ വളരെ ശാന്തനായും വളരെ സമചിത്തതയോടുകൂടിയും വളരെ പക്വമായും ആണ് സംസാരിക്കുന്നത്. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം മരിച്ചുപോയി എന്ന് വിചാരിച്ച കുട്ടിയാണ് വിളിക്കുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റിൽ അമ്മ മോനോട് ചോദിക്കും, നീ എവിടെയാണ്, നീ ഇപ്പോൾ എവിടെയാണുള്ളത്, വിയറ്റ്നാമിൽ നിന്നാണോ വിളിക്കുന്നത് അതോ അമേരിക്കയിലെത്തിയോ, നീ മരിച്ചുപോയി എന്ന് വിവരം കേട്ടിട്ട് ആകെ ഞങ്ങൾ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്, ഭയങ്കര സന്തോഷമുണ്ട്, നീ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അവനൊട്ടും എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് പറയും, അമ്മ ഞാൻ അമേരിക്കയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഉള്ളത് മിലിറ്ററിയുടെ ഒരു ക്യാമ്പിലാണ്. യുദ്ധം എന്നെ പലതരത്തിൽ മാറ്റിയിട്ടുണ്ട്, എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഐ മെറ്റ് വണ്ടർഫുൾ പീപ്പിൾ.
അതിഭയങ്കരമായ മനോഹരങ്ങളായ നിരവധി ആത്മാക്കളെ ഞാൻ കണ്ടു. ആ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അവൻ ആരുമില്ല. അവൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം ബോംബേറ്റ് വെന്തു പോയിട്ടുണ്ട്. അവൻ്റെ വലത്തെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അവന് ഇടത്തെ കൈയില്ല. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കണത് ഞാൻ കൂടെ വരുമ്പോൾ അവനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിക്കാനാണ്. അവന് പോകാനൊരു സ്ഥലമില്ല, അവനെയും കൂടി ഞാൻ കൊണ്ടുവന്നോട്ടെ. അപ്പോൾ അമ്മ വളരെ എക്സൈറ്റഡ് ആണ്. മോൻ ഇങ്ങനെ തിരിച്ചു കിട്ടിയതല്ല. അപ്പോൾ അമ്മ അതിനെന്താ നീ അവനെയും കൂട്ടി കൊണ്ടുവന്നു, ഒരു കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാഴ്ചയൊക്കെ നമുക്കിവിടെ നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ആളുകളെ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഈ അഗതി മന്ദിരങ്ങളും പാലിയേറ്റീവിൻ്റെ സെൻറ്ററുകളൊക്കെ ഇല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും മാറ്റാം, ഒരു കുഴപ്പമില്ല, നീ അവനെയും കൂട്ടിയിട്ട് വാ, നമുക്കൊരാഴ്ചയൊക്കെ, അവനാരും ഇല്ലാത്തതല്ലേ, ഒരാഴ്ചയൊക്കെ നമുക്കിവിടെ നിർത്താം, എന്നിട്ട് നമുക്ക് അവനെ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ നിന്നിട്ട് എന്നാൽ ശരി അമ്മേ, ഞാൻ അവനെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർക്ക് മിലിറ്ററിയുടെ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രാങ്ക് തിരിച്ചെത്തിയ വിവരം നിങ്ങൾക്കറിയാമല്ലോ, പക്ഷേ വളരെ ട്രാജിക്കായിട്ടുള്ളൊരു ടെറിബിൾ ന്യൂസ് എനിക്ക് പറയാനുണ്ട്, ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ നിങ്ങൾ വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം, ബോഡി ആയിട്ട് വാങ്ങണം. അപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മരിച്ചു എന്ന് കരുതിയെടുത്തുനിന്ന് തിരിച്ചു വന്ന കുട്ടി, ഇത്രയും മനുഷ്യത്വം കാണിച്ച കുട്ടി, ആരാരും ഇല്ലാത്ത ഒരാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യും? അവർ വിശ്വസിക്കാനാവാതെ ആ സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെന്ന സമയത്ത് മൃതദേഹത്തിൻ്റെ മേൽ പുടവ മാറ്റിയപ്പോൾ അവർ കണ്ടു അവൻ്റെ വലത്തെ കാലിൽ അറ്റുപോയിട്ടുണ്ടായിരുന്നു, അവനിടത്തെ കൈ ഉണ്ടായിരുന്നില്ല, അവൻ്റെ മുഖത്തിൻ്റെ പകുതി ഭാഗം പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക് ചോദിച്ചത് എന്നെ നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നായിരുന്നു. മറ്റൊരാൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ആ കഥ അവനെക്കുറിച്ചുള്ള കഥയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത് നമുക്ക് ഒരാഴ്ചയ്ക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ മാറ്റാം എന്നാണ്. അപ്പോൾ അവന് മനസ്സിലായി സ്നേഹത്തിൻ്റെ ഉപാധികൾ, അല്ലെങ്കിൽ ഞാനൊരു ഭാരമായിരിക്കും എന്ന് മനസ്സിലാവുന്നിടത്ത് അവന് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്.